ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസാണ്. എളുപ്പത്തിൽ വീട്ടിൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ചൂടായ പാനിലോട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ഒരു 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റാം. അതിനുശേഷം ഈ പാനിലോട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ആദ്യം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, പിന്നെ ക്യാബേജ് ഉണ്ട്, അതുപോലെ സ്പ്രിംഗ് ഒനിയനും. ഇത്രയും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള റൈസ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് ബസുമതി അരിയാണ് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഒരു 3/4 വേവിൽ മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനി ഇതിലോട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ നേരത്തെ ഒന്ന് വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേർത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും ഈ എഗ് ഫ്രൈഡ് റൈസ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റ് ടു ഗെയിൻസ്. താങ്ക് യു.